നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. റവന്യൂ വകുപ്പ് ആസ്ഥാന മന്ദിരം ശിലാസ്ഥാപനം നടത്തി. 25 കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ തിരുവനന്തപുരത്ത് കവടിയാറിൽ നിർമ്മിക്കുന്നത് റവന്യൂ വകുപ്പ് ആസ്ഥാന മന്ദിരം റവന്യൂ ഭവന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി നൽകാനും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാനും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഭൂരഹിതരായിരുന്ന 1.5 ലക്ഷം പേരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. പുതുതായി നിർമ്മാണം ആരംഭിക്കുന്ന റവന്യൂ ആസ്ഥാന മന്ദിരം 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കവടിയാറിലെ റവന്യൂ ആസ്ഥാന മന്ദിര നിർമ്മാണ പ്രദേശത്ത് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ GR അനിൽ, വി ശിവൻകുട്ടി, VK പ്രശാന്ത് MLA, വാർഡ് കൗൺസിലർ സതികുമാരി S, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ A കൗശികൻ, ജോയിന്റ് കമ്മീഷണർ A ഗീത, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തുടങ്ങിയവരും ചടങ്ങിൽ മുൻ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണറും PWD ഡെസ്ക് സെക്രട്ടറിയുമായ K ബിജു എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തു. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റവന്യൂ സെക്രട്ടേറിയറ്റ് 100 യോഗങ്ങൾ പിന്നിട്ടു. മന്ത്രി കൈകാര്യം ചെയ്യുന്ന റവന്യൂ, സർവേ, ഭവന നിർമ്മാണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് റവന്യൂ സെക്രട്ടേറിയറ്റ്. ഈ വകുപ്പുകളിലെ പദ്ധതികളും പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുകയും വകുപ്പുകൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സംവിധാനമാണിത്. ഇന്നലെ ചേർന്ന 100ാമത് റവന്യൂ സെക്രട്ടേറിയറ്റ് സംസ്ഥാന മണൽ വാരൽ മാർച്ച് മാസത്തിൽ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി മണൽ വാരൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. മണൽ വാരൽ ആരംഭിക്കുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറപ്പെടുവിക്കും. മലപ്പുറം ജില്ലയിലെ കടവുകളിലാണ് മാർച്ച് മാസത്തിൽ മണൽ വാരൽ ആരംഭിക്കുക. ഈ വർഷം തന്നെ എല്ലാ നദികളിലെയും മണൽ വാരൽ ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക്കായതിന്റെ സ്മരണകൾ പുതുക്കി സംസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലാ സർക്കാർ ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തുകയും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ക്രമാനുഗതമായ മുന്നോട്ടുപോക്കിനിടയിൽ എപ്പോഴോ സംഭവിച്ച ഒരു ആകസ്മികതയല്ല റിപ്പബ്ലിക് ദിനം. സമ്പൂർണ്ണ സ്വരാജ് അഥവാ സ്വയംഭരണത്തിന് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത ദാഹവും നമ്മുടെ പൂർവികർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ ബൃഹത്തായ നാൾവഴി പുസ്തകത്തിലെ രക്തമിറ്റു വീഴുന്ന ഒരേടാണ്. അതുകൊണ്ടാണ് ജനുവരി 26 ആഗസ്റ്റ് 15 പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നാം പഠിച്ചതും മനസ്സിലാക്കിയതുമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ രക്താപമായ വീരചരിത്രത്തെ, പോരാട്ടങ്ങളുടെ നാൾവഴികളെ ഓരോന്നോരോന്നായി തെരഞ്ഞുപിടിച്ച് തിരുത്തിയെഴുതാനുള്ള നീക്കങ്ങൾ നടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ചരിത്രം നമുക്ക് വിസ്മരിച്ചുകൂടാ. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലും ജോയിന്റ് കമ്മീഷണർ ശ്രീമതി A ഗീത IASഉം ജില്ലാ ഭരണകൂട കാര്യാലയങ്ങളിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പതാകകൾ ഉയർത്തി. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ആസ്ഥാനത്തിലും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ആസ്ഥാനത്തിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സർവേ ഡയറക്ടറേറ്റ് കാര്യാലയത്തിൽ സർവേ ഡയറക്ടർ ശ്രീ സീറാം സാംബശിവറാവു IAS ദേശീയ പതാക ഉയർത്തി. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും സർക്കാരിന്റെ ചുമതലയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കടമ്പഴിപ്പുറം 1, കടമ്പഴിപ്പുറം 2 എന്നീ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പുലാമ്പറ്റ കടമ്പഴിപ്പുറം 2 വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിദാരിദ്ര്യം ഇല്ലാതാക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ ചുമതല അതിദരിദ്രരായ ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കി കൊടുക്കലാണ്. 2024 അതിദരിദ്രരായ എല്ലാ ഭൂരഹിതർക്കും റവന്യൂ വകുപ്പ് ഭൂമി ലഭ്യമാക്കി കൊടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 2025 അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറും.
റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾക്ക് ഇപ്പോൾ വേഗത വർദ്ധിപ്പിച്ചു. മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യം വച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. എത്രയോ കാലങ്ങളായി പല കാരണങ്ങളാൽ കൊടുക്കാൻ സാധിക്കാതിരുന്ന പട്ടയങ്ങൾ കൊടുക്കാൻ സാധിച്ചു. കയ്യേറ്റക്കാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകുമെന്ന നയമാണ് സർക്കാരിൻ്റേത്. പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്താകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഗളി EMS ടൗൺ ഹാളിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് താലൂക്കിലെ 19 വില്ലേജുകളിലെ 984 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും അട്ടപ്പാടി താലൂക്കിലെ 115 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും വിതരണം ചെയ്തു. ഇതിൽ പട്ടികവർഗ വിഭാഗക്കാരായ 6 പേർക്ക് 13 ഏക്കറിലധികം ഭൂമിക്കും പട്ടയം നൽകി. പുറമെ 10 പേർക്ക് 4 സെന്റ് കോളനി പട്ടയവും നൽകി. വനാവകാശ നിയമപ്രകാരം 46 പട്ടികവർഗക്കാർക്ക് വ്യക്തിഗത കൈവശ രേഖയും 34 പേർക്ക് സാമൂഹ്യ കൈവശാവകാശ രേഖയും നൽകി. പരിപാടിയിൽ അഗളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ഒറ്റപ്പാലം സബ് കളക്ടറും അട്ടപ്പാടി നോഡൽ ഓഫീസറുമായ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ, അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ PA ഷാനവാസ് ഖാൻ, ITDP പ്രോജക്ട് ഓഫീസർ VK സുരേഷ് കുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഡിജിറ്റൽ റീസർവേയിൽ 2.30 ലക്ഷം ഹെക്ടർ പൂർത്തിയായി. സംസ്ഥാനത്ത് നടക്കുന്ന ഡിജിറ്റൽ റീസർവേയിൽ ഈ ആഴ്ചയോടെ 2,30,854 ഹെക്ടറിൽ സർവേ പൂർത്തിയായി. ഒന്നാം ഘട്ട ഡിജിറ്റൽ റീസർവേയിൽ 200 വില്ലേജുകളിലായി 2,23,558.7 ഹെക്ടർ ഭൂമിയും സെക്കൻഡ് ഫേസിൽ 7,294.87 ഹെക്ടർ സർവേ പൂർത്തിയായി. ഒന്നാം ഘട്ടത്തിലെ 68 വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമത്തിലെ 9(2) വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചു. 70 വില്ലേജുകളിൽ 60 മുതൽ 90% വരെ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 92 ഡെപ്യൂട്ടി കളക്ടർമാരെ സ്ഥലം മാറ്റി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് സ്ഥലമാറ്റ ഉത്തരവ്. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.